ഫൈക്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എടുക്കാനുള്ള സബ്ജക്റ്റ് ബാങ്കിങ് ആണ്. ഞാൻ ചില ഇമ്പോർട്ടൻ്റ് വർഷങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. ബാങ്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ്, പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ് ആണ് നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിക്കുന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ പ്ലേസ് കൽക്കട്ട. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത് 1770 കൽക്കട്ടയിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത്. 1773 ജനറൽ ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ബീഹാർ നിലവിൽ വരുന്നത്. 1773 ജനറൽ ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ബീഹാർ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയാം. 1806 ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് വരുന്നത്. ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് വരുന്നത് 1806 വാസ് ദ ബാങ്ക് ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട. ബാങ്ക് ഓഫ് ബംഗാളാണ് ആദ്യത്തെ പ്രസിഡൻസി ബാങ്ക് സ്ഥാപിക്കുന്നത്. 1806 1840 സെക്കൻഡ് പ്രസിഡൻസി ബാങ്ക് വരുന്നത്. ഇവിടെ ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് ആണെങ്കിൽ സെക്കൻഡ് പ്രസിഡൻസി ബാങ്ക് വരുന്നത് 1840 സ്ഥാപിച്ചത് ബാങ്ക് ഓഫ് ബോംബെ. ബാങ്ക് ഓഫ് ബോംബെ ആണ് സെക്കൻഡ് പ്രസിഡൻസി ബാങ്ക് സ്ഥാപിക്കുന്നത്. അത് 1840 ആദ്യത്തെ പ്രസിഡൻസി ബാങ്ക് സ്ഥാപിക്കുന്നത് 1806 അത് ബാങ്ക് ഓഫ് ബംഗാളാണ്. 1843 തേർഡ് പ്രസിഡൻസി ബാങ്ക് വരുന്നത്. 1843 തേർഡ് പ്രസിഡൻസി ബാങ്ക് വരുന്നത്. സ്ഥാപിച്ചത് ബാങ്ക് ഓഫ് മദ്രാസ്. നമുക്കറിയാം ബാങ്ക് ഓഫ് മദ്രാസ് ആണ്. ബാങ്ക് ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ പെടുന്ന ചെന്നൈ എന്ന് പറയുന്ന പഴയ സ്ഥലം. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് വരുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് വരുന്നത് 1881. ഇനി 1865 ഫസ്റ്റ് ഇന്ത്യൻ ഓൺഡ് ബാങ്ക് വരുന്നത്. ഇന്ത്യക്കാരുടെ ഓൺ ബാങ്കായിട്ട് ആദ്യം വരുന്നത് അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്കാണ്. അപ്പോൾ 1865 ഫുള്ളി ഇന്ത്യൻ ഫസ്റ്റ് ഓൺ ബാങ്ക് എന്ന് പറയുന്നത് അലഹബാദ് ബാങ്കാണ്. 1865. 1868 ന്യൂ ബാങ്ക് ഓഫ് ബോംബെ. ന്യൂ ബാങ്ക് ഓഫ് ബോംബെ 1868 ന്യൂ ബാങ്ക് ഓഫ് ബോംബെ വരുന്നത്. 1876 പ്രസിഡൻസി ബാങ്ക് ആക്ട് വരുന്നത്. 1876 പ്രസിഡൻസി ബാങ്ക് ആക്ട് വരുന്നത്. 1876 1895 പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വരുന്നത്. ലാഹോർ. 1895 പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വരുന്നു. വന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വന്നത് ലാഹോറാണ്. ഇത്രയാണ് നോക്കേണ്ടത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, 73 ബംഗാൾ ആൻഡ് ബീഹാർ ബാങ്ക്, 806 ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക്. ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് ബംഗാളാണ്, ബാങ്ക് ഓഫ് ബംഗാളാണ്. 1840 സെക്കൻഡ് പ്രസിഡൻസി ബാങ്ക് ബോംബെ ആണ്. തേർഡ് പ്രസിഡൻസി ബാങ്ക് 843 നമുക്കറിയാം ചെന്നൈ, ദാറ്റ് ഈസ് മദ്രാസ് ആണ്. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഗവൺമെൻറ് കൊണ്ടുവന്നു. 1865
ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഫുള്ളി ഇന്ത്യൻ ബാങ്ക് നിലവിൽ വന്നു. അലഹാബാദ് ബാങ്കാണ്. 1868 ന്യൂ ബാങ്ക് ഓഫ് ബോംബെ നിലവിൽ വന്നു. 1876 പ്രസിഡൻസി ബാങ്കുകളുടെ ആക്ട് വന്നു. 1895 പഞ്ചാബ് നാഷണൽ ബാങ്ക് വന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനമായിട്ട് അന്ന് വന്നത് ലാഹോർ, PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആസ്ഥാനമായിട്ട് വന്നിരുന്നത് ലാഹോർ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഇംപീരിയൽ ബാങ്ക് സ്ഥാപിച്ചത് 1921 എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921. 1926 ബാങ്കുകളുടെ പഠനമാണ് ഹിൽട്ടൺ യങ് കമ്മിറ്റി. ഹിൽട്ടൺ യങ് കമ്മിറ്റി 1926 ഹിൽട്ടൺ യങ് കമ്മിറ്റി. 1934 RBI ആക്ട്. 1934 RBI ആക്ട് മറക്കരുത്. 1934 RBI ആക്ട്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. RBI ആക്ട് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഇതിനു മുന്നേ റിസർവ് ബാങ്ക് ഇല്ല, ശ്രദ്ധിക്കണം. ഇതിനു മുന്നേ ഇംപീരിയൽ ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ആക്ട് വന്ന് 1934 ആക്ട് വന്നു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. 1937 RBI ഷിഫ്റ്റ് ഫ്രം മുംബൈ ടു കൽക്കട്ട. നമുക്കറിയാം എല്ലാത്തിൻ്റെ ആസ്ഥാനം കൽക്കട്ടയിലേക്ക് മാറ്റിയിരുന്നു. നമ്മുടെ എന്താ പറയുക, ഇപ്പോഴും ഫിനാൻസ് തലസ്ഥാനമെന്ന്, സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. മുംബൈയിലായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. 1937 അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ എവിടേക്ക് മാറ്റി? കൊൽക്കത്തയിലേക്ക് മാറ്റി. അതുമാത്രമല്ല, കുറേ സ്ഥാപനങ്ങൾ കൊൽക്കത്ത ആസ്ഥാനമാക്കി മാറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചെയ്തിട്ടുണ്ട് അന്നത്തെ. 1947 ഫെറ വന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഫെറ 1947 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് വന്നു. നമ്മൾ പറയുന്നത് ഫെറ എന്നാണ്. 1947 വേറൊരു കാര്യം കൂടി ഉണ്ടായി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1947. അതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല. ഇനി 1949 ഗവൺമെൻറ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. ഏത് ആക്ടിൻ്റെ സ്ഥാനത്ത്? 1966 ആക്ട് റീനെയിം ചെയ്തുകൊണ്ട് അതിലാവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ശക്തമായിട്ട് നടപ്പാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഉറപ്പിച്ച് പറയാം. 1949 തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തു. 1949 RBI നാഷണലൈസ്ഡ്. 1949 RBI നാഷണലൈസ്ഡ്. ബാങ്കുകളുടെ ബാങ്കൊക്കെ ആയി മാറി. 1955 നാഷണലൈസേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഫോർമേഷൻ ഓഫ് SBI. 1955 ഇംപീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തു. ഇംപീരിയൽ ബാങ്ക് നാഷണലൈസ്ഡ് ആൻഡ് റീനെയിംഡ് SBI. 1955 ഇംപീരിയൽ ബാങ്കിനെ ഗവൺമെൻറ് നാഷണലൈസ് ചെയ്തു, പേര് മാറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. അപ്പോൾ SBIയുടെ പൂർവ്വരൂപമാണ് ഇംപീരിയൽ ബാങ്ക്. പക്ഷേ RBIക്ക് പൂർവ്വരൂപം ഇല്ല. 1934 RBIയുടെ ആക്ട് വന്നു. 35 RBI ഗവൺമെൻറ് നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യനെ റീനെയിം ചെയ്തു, SBI എന്നാക്കി മാറ്റി. 1959 നാഷണലൈസേഷൻ ഓഫ്
8 സബ്സിഡിയറി ഓഫ് SBI. 1959 SBIയുടെ 8 സബ്സിഡിയറി ബാങ്കുകളെ ഗവൺമെൻറ് നാഷണലൈസ് ചെയ്തു. നാഷണലൈസേഷൻ ഓഫ് 8 സബ്സിഡിയറി ബാങ്ക് ഓഫ് SBI 1959. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 21 ഇമ്പീരിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് പരീക്ഷയ്ക്ക് പലപ്പോഴും ഓർത്തിരിക്കേണ്ട ഇയറുകളാണ്. ഓക്കെ, ദെൻ നമ്മൾ 59 വരെ വന്നു. 1963 1963 നാഷണൽ അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ. അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ 1963 നാഷണൽ റീഫിനാൻസ് കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. 1964 1964 ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് നെയ്മഡ് ആസ് IDBI. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു, റീനെയിം ചെയ്തു. റീനെയിമിൻ്റെ പേര് IDBI. അത് വന്നത് 2004. അപ്പോൾ 1964 ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് സ്ഥാപിച്ചു. 2004 അതിനെ റീനെയിം ചെയ്തു. ആ റീനെയിം ചെയ്തപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേര് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI എന്ന് ആയിരുന്നു. ഇനി 1965 1965 RBI സ്റ്റാർട്ടഡ് പ്രയോർ ഓതറൈസേഷൻ സ്കീം. 1965 RBI പ്രയോർ ഓതറൈസേഷൻ സ്കീം നടപ്പാക്കി എന്നുള്ളതാണ്. 1965 ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എല്ലാ സൊസൈറ്റികൾക്കും ബാധകമായി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമാക്കി. നിലവിൽ വന്ന ഡേറ്റ് 1/3/1966. 1965 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൂടി ഗവൺമെൻറ്, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൂടി ഗവൺമെൻറ് ബാധകമാക്കി. അത് വന്ന ഡേറ്റ് അടക്കമുള്ള വർഷം 1/3/1966. 1967 സോഷ്യൽ കൺട്രോൾ ടു ഓൾ ബാങ്ക്. 1967 എല്ലാ ബാങ്കുകൾക്കും സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക് അനൗൺസ്ഡ്, എല്ലാ ബാങ്കുകൾക്കും അനൗൺസ് ചെയ്തു എന്നുള്ളതാണ്. 1967 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അമെൻമെൻറ്റ് ബിൽ. 1967 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അമെൻമെൻറ്റ് ബില്ല് ഗവൺമെൻറ് നടപ്പാക്കി. 1968 നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ്, നെയിം NCC. 1968 നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ ഗവൺമെൻറ് രൂപീകരിച്ചു. അതിൻ്റെ വ്യക്തമായ ഷോർട്ട് നെയിം NCC. NCC നാഷണൽ മറ്റേ കാഡറ്റ് അല്ല, ഇതാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം. 1969 14 ബാങ്കുകൾ 50 കോടിക്ക് മേലെ ആസ്തി വന്ന 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. 1969 50 കോടിക്ക് മേലെ ആസ്തി ഉണ്ടായിരുന്ന 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നു, ആ നാഷണലൈസേഷൻ നടക്കുന്ന 2 സമയത്തും പ്രധാനമന്ത്രിയായിരുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി, ദ അയൺ ലേഡി ഓഫ് ഇന്ത്യ, ദ ഫസ്റ്റ്
വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദ ഫസ്റ്റ് വുമൺ ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഒക്കെ ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഇൻ വുമൺ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധിയാണ് 1969 50 കോടിക്ക് മേലെയുള്ള 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത് 1969. ചിലപ്പോഴെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1969 1969 ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് 1969. 1969 തന്നെ ബാങ്കിങ് കമ്മീഷൻ സെറ്റപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, RG സരിയ ചെയർമാൻ. 1969 ബാങ്കിങ് കമ്മീഷന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപം കൊടുത്തു. RG സരിയ ആണ് ചെയർമാൻ. RG സരിയ ആസ് ദ ചെയർമാൻ. അപ്പം അത് മറക്കേണ്ടതില്ല. 1969 സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് SD പരേഖ്. ഇൻഡിജിനസ് ബാങ്കിനെ കുറിച്ച് പഠിക്കാൻ, ഇൻഡിജിനസ് ബാങ്കുകളെ കുറിച്ച് പഠിക്കാൻ HT പരേഖിന്റെ അധ്യക്ഷതയിൽ കമ്മീഷൻ രൂപീകരിച്ചു. 1969 സ്റ്റഡി ഓൺ ഇൻഡിജിനസ് ബാങ്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് HT പരേഖ്. പരേഖിൻ്റെ നേതൃത്വത്തിൽ ഇൻഡിജിനസ് ബാങ്കുകളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ ഗവൺമെൻറ് നിയോഗിച്ചു. 1970 നമ്മൾ പറയേണ്ടത് എന്താ? ഫസ്റ്റ് അലോക്കേഷൻ ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ബൈ IMF. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ബൈ IMF 1970 IMFന്റെ ഫസ്റ്റ് അലോക്കേഷൻ ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് വരുന്ന SDR നിലവിൽ വരുന്നത് എന്ന് പറയാം. 1970 തന്നെ 1970 കമ്മിറ്റി ഓൺ ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡോക്ടർ RK ഹസാരി. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഡോക്ടർ RK ഹസാരിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചു. 1970 ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെയ്തത് ഡോക്ടർ RK ഹസാരിയുടെ നേതൃത്വത്തിൽ പുതിയ കമ്മീഷനെ രൂപീകരിച്ചു. 1971 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നു. 1971 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. 1971 മറക്കരുത്. 1971 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആര് പ്രൊമോട്ട് ചെയ്തത്? പ്രൊമോട്ടഡ് ബൈ RBI. ഇൻട്രൊഡ്യൂസ് ചെയ്ത RBI ആയിരുന്നു. അപ്പോൾ 1971 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പ്രൊമോട്ട് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കൺസെപ്റ്റ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ഫോർമലൈസ്ഡ്. 1972 ബാങ്കുകൾക്ക് പ്രയോറിറ്റി സെക്ടർ ഫോർമലൈസ് ചെയ്തത് 1972 ആക്ട് പ്രകാരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആയിരത്തി
72 ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് സിസ്റ്റം നിലവിൽ വന്നു. 1972 ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്കീം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1972. 1973 DCP ഇനീഷ്യേറ്റ്. DCP എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻസ്. ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1973 DCP ഇനീഷ്യേറ്റഡ്. 1973 പുതിയ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു. 1973 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയ ആക്ട് ഗവൺമെൻറ് കൊണ്ടുവന്നു. 1973 അങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 1974 ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട് സ്കീം in US dollar and pound sterling scheme committee on integration of cooperative credit institution under the chairmanship of R.K. Hazari set up in 74. 1974 വിദേശത്തെ US ഡോളറും മറ്റു പൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കൺവേർഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ R.K. ഹസാരി അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ചു. 1975 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1974 വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് RRB was set up. നരസിംഹം ആസ് ചെയർമാൻ. M. നരസിംഹം ആസ് ചെയർമാൻ. റിപ്പോർട്ട് 1975. അപ്പോൾ 1975 തന്നെയാണ് ഡോക്ടർ ഹസാരി ചെയർമാൻ ആയിട്ടുകൊണ്ട് R.K. ഹസാരി ചെയർമാൻ ആയതുകൊണ്ട് US ഡോളർ പൗണ്ട് ഉൾപ്പെടെയുള്ളത് കൺവേർഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരിച്ചത്. അതേപോലെ തന്നെ ഈ RRBയുടെ റീജിയണൽ റൂറൽ ബാങ്കാണുള്ള RRBയുടെ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേണ്ടി M. നരസിംഹൻ അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ചു. ആ റിപ്പോർട്ട് 75 സബ്മിറ്റ് ചെയ്തു. 1975 RRB സ്റ്റാർട്ടഡ്. 1975 RRB സ്റ്റാർട്ട് ചെയ്തു. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തു 1975. 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട്. 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട്. ഡിസ്ട്രിക്ട് Deposit Insurance Corporation take over the undertaking of Credit Guarantee Corporation of India Limited and consequently renamed Deposit Insurance and Credit Guarantee Corporation. 1978 1975 DICGC നിലവിൽ വന്നു. എന്താ DIGC? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നിലവിൽ വന്നു. ഏതൊക്കെ സ്ഥാപനങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് DICGC സ്ഥാപിച്ചത്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്ത് രണ്ടാളും കൂടി ഒരുമിച്ച് കൂടിച്ചേർന്ന് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നായി മാറിയത് 1978. 1980 എന്ത് പറഞ്ഞത്? 6 ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്തു. 200 കോടിക്ക് മേലെ ആസ്തിയുള്ള 6 ബാങ്കുകൾ കൂടി നാഷണലൈസേഷൻ്റെ ഭാഗമായി വന്നത് 1980. 1981 നബാർഡ് ആക്ട്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ്
റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ആക്ട് നിലവിൽ വന്നത്. നബാർഡ് ആക്ട് നിലവിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ആക്ട് നിലവിൽ വന്നത് 1981 1981 1981 നബാർഡ് ആക്ട് നിലവിൽ വന്നു. നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. 81 നബാർഡിൻ്റെ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം 1982 നബാർഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. നബാർഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 1982 നബാർഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 81 നബാർഡ് നിലവിൽ വന്നതു. ആ നിലവിൽ വന്നത് നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ വിങ്ങിനെ പ്രത്യേക ബാങ്കാക്കി അവരുടെ റിക്വസ്റ്റ് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് മാറ്റാണ് ചെയ്തത്. 1988 1988 1988 നാഷണൽ ഹൗസിംഗ് ബാങ്ക് സെറ്റപ്പ് ചെയ്തു. 1988 നാഷണൽ ഹൗസിംഗ് ബാങ്ക് സെറ്റപ്പ് ചെയ്തു. നാഷണൽ ഹൗസിംഗ് ബാങ്ക് സെറ്റപ്പ് ചെയ്തു. 1990 സിഡ്ബി രൂപീകരിച്ചു. 1990 സിഡ്ബി രൂപീകരിച്ചു. 1990 സിഡ്ബി രൂപീകരിച്ചു. സിഡ്ബി 1990 സിഡ്ബി എസ്റ്റാബ്ലിഷ് ചെയ്തു. സിഡ്ബിയെ കുറിച്ച് അറിയാലോ, സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെൻറ്റിനെ അറിയാം. ഇനി 1992 1992 ഈ 92 പ്രുഡൻഷ്യൽ നോംസ് റിലേറ്റിംഗ് ടു ഇൻകം റെക്കഗ്നീഷൻ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ബാങ്കുകളുടെ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇൻകം റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ട പ്രുഡൻഷ്യൽ നോമുകൾ കൊണ്ടുവന്നത് 1992 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിച്ചു. 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്നു. 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1949 BR ആക്ട് പ്രകാരം. 1949 BR ആക്ട് പ്രകാരം ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നു? ഈ പറയാവുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്നു. 1998 ഗവൺമെൻറ് ദ ഫ്രെയിംവർക്ക് ഫോർ ഫർദർ സ്ട്രെങ്തനിങ് ബാങ്കിങ് സെക്ടർ പ്രൊവൈഡഡ് ബൈ ദി കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റീഫോംസ് ചെയർമാൻ M. നരസിംഹം റിപ്പോർട്ടഡ് 98. ബാങ്കിങ് മേഖലയുടെ നവീകരണം, പുതിയ നവീകരണം, പുതിയ ഫോമുകൾ, പുതിയ രീതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി M. നരസിംഹം ചെയർമാൻഷിപ്പിൽ കമ്മിറ്റി കൊണ്ടുവന്നു. ആ കമ്മിറ്റി 1998 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ദ ഫ്രെയിംവർക്ക് ഫോർ ഫർദർ സ്ട്രെങ്തനിങ് ദ ബാങ്കിങ് സെക്ടർ വാസ് പ്രൊവൈഡഡ് ബൈ ദി കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റീഫോംസ് CBSR ചെയർമാൻ M. നരസിംഹൻ വിച്ച് സബ്മിറ്റഡ് റിപ്പോർട്ട് 1998. 2002 ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നു? സർഫേസി ആക്ട് കൊണ്ടുവന്നു. സർഫേസി ആക്ട് 2002 സർഫേസി ആക്ട് കൊണ്ടുവന്നത്. 2004 RTGS ഇൻട്രൊഡ്യൂസ്ഡ്. 2004
TGS was introduced 2004. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്ന വർഷം 98 മറക്കരുത്. അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു പ്രൊവിഷൻസ് അമെൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം കൂടി കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി 2005 ബാങ്ക് were advised to introduce a facility of no frills account with nil or low minimum balances. 2005 ബാങ്ക്സ് ആർ അഡ്വൈസ്ഡ് ടു ഇൻട്രൊഡ്യൂസ്ഡ് എ ഫെസിലിറ്റി ഓഫ് നോ ഫ്രിൽസ് അക്കൗണ്ട് വിത്ത് നിൽ ഓർ ലോ മിനിമം ബാലൻസ് ആരംഭിക്കുക 2005. നമുക്കറിയാം കുട്ടികളുടെ അക്കൗണ്ടൊക്കെ അതിൻ്റെ ബേസിലൊക്കെ വരുന്നതാണ്, ഫ്രീ ആയിട്ട്, അതായത് നിൽ അക്കൗണ്ടൊക്കെ ആരംഭിക്കാം. 2008 ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മെർജഡ് വിത്ത് SBI. SBIയുടെ ഒരു സബ്സിഡിയറി ആയിരുന്നു ബാങ്ക് ഓഫ് സൗരാഷ്ട്ര. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മെർജഡ് വിത്ത് SBI. 2008 തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം, NCPI രൂപീകരിച്ചു. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് 2008. NCPI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. 2009 അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2009 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ SBI ആയിട്ട് ലഭിച്ചു. അടുത്ത സബ്സിഡിയറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആയിട്ട് ലയിച്ചു. അവരുടെ മാതൃസംഘടന അല്ലെങ്കിൽ അവരുടെ മാതൃബാങ്ക് എന്ന് പറയുന്ന SBI ആയിട്ട് ലയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 2011 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് നിലവിൽ വന്നു. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിലവിൽ വന്നത് നമുക്കറിയാം 2011 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ഇൻട്രൊഡ്യൂസർ 2011. 2012 റുപ്പേ കാർഡ് ഇൻട്രൊഡ്യൂസ്ഡ്. 2012 റുപ്പേ കാർഡ് ഇൻട്രൊഡ്യൂസ്ഡ്. നമുക്കറിയാം റുപ്പേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2013 KGB കേരള ഗ്രാമീൺ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2013 കേരള ഗ്രാമീൺ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2013 BMB ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നു. 2013 ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നു. 2013 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റുപ്പേ കാർഡ് ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യ. റുപ്പേ കാർഡ് ഇന്ത്യ മുഴുവൻ വ്യാപകമാക്കി. റുപ്പേ കാർഡ് ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യ എന്ന് പറയുന്നത് 2014. ഇനി ബാങ്കിൽ ഉപയോഗിക്കുന്ന ചില കോമൺ വേർഡ്സുകൾ നമുക്കൊന്ന് ഓർത്തു വയ്ക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാനുള്ള ആൻസർ ഉണ്ടാകണം എന്നുള്ളതാണ്. ADB നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ADB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ADB എന്ന് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ADB മീൻസ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ATM ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ഇനി BCSBI ബാങ്കിങ് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ് ഇന്ത്യ. ബാങ്കിങ് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് ഓഫ് ഇന്ത്യ BCSBI. BPLR ബെഞ്ച് മാർക്ക്
പ്രൈം ലെൻഡിങ് റേറ്റ്. ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ്. ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ്, BPLR, ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ്. BR ആക്ട്. BR ആക്ട് എല്ലാവർക്കും അറിയാം, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. CAR, കാർ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. CAR, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. കാസ, CASA, കാസ. കാസയെ പറയുന്നത് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. CBS, കോർ ബാങ്കിങ് റെഗുലേഷൻ. കോർ ബാങ്കിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയാം. CD, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. CD, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. CD റേഷ്യോ, ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ. CD റേഷ്യോ, ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ. CDR, CDR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഡെറ്റ് റീസ്ട്രക്ചറിങ്. CDR, കോർപ്പറേറ്റ് ഡെറ്റ് റീസ്ട്രക്ചറിങ്. CIBL പറയുന്നത് എന്താ? ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. കൊപ്ര, COPRA, കൊപ്ര. കൊപ്രയെ വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട്. CRAR എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. ക്രിസിൽ, CRISIL, ക്രിസിൽ. ക്രിസിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫോർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫോർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ക്രിസൽ. CRR, ക്യാഷ് റിസർവ് റേഷ്യോ. CRR, ക്യാഷ് റിസർവ് റേഷ്യോ. DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. DRI, ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, DRI. DRT എന്ന് പറഞ്ഞാൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. DRT എന്ന് വെച്ചാൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. ദെൻ DSCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ പറയുന്ന പേരാണ് DSCR. DTL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. DTL എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. ദെൻ ECS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ECS, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്. ECS എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് എന്നാണ് അർത്ഥം. EFT എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. EFT മീൻസ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. EFT എന്നാണ് അറിയപ്പെടുക. EPF, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. EPF മീൻസ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്.
എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം. FCNR, FCNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കറൻസി നോൺ റെസിഡൻ്റ് അക്കൗണ്ട്, ഫോറിൻ കറൻസി നോൺ റെസിഡൻ്റ് അക്കൗണ്ട്. FEMA, FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, FEMA. FIPB, FIPB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. ദെൻ FERA, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് FERA. അടുത്തത് FICCI, പരീക്ഷയ്ക്ക് ചോദിക്കാം. FICCI, FICCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, FICCI എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്. ആ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് GDR. ദെൻ IBA, ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷൻ, IBA, ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷൻ. IBL, ഇന്റർ ബാങ്ക് ലാബിലിറ്റി, IBL, ഇന്റർ ബാങ്ക് ലാബിലിറ്റി. ICRA, ICRA, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ICRA, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. IDRBT, IDRBT, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ബാങ്കിങ് ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IRAC norms, ഇൻകം റെക്കഗ്നീഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ്, ഇൻകം റെക്കഗ്നീഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ്, IRAC നോംസ്. KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്. KYC, നോ യുവർ കസ്റ്റമർ, KYC, നോ യുവർ കസ്റ്റമർ. ലാബ്, ലോക്കൽ ഏരിയ ബാങ്ക്. LAF, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. LBS, ലീഡ് ബാങ്കിങ് സ്കീം, LBS, ലീഡ് ബാങ്കിങ് സ്കീം. LERMS, ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. LREMS എന്ന് പറഞ്ഞാൽ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ഓൾറെഡി അറിയാം. MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. MIS, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, MIS, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻസ്. NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. NDTL, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. NEFT, നെഫ്റ്റ്,
നെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നെഫ്റ്റ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഓഫ് ഇന്ത്യ. NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഓഫ് ഇന്ത്യ. NIA ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. NIA ആക്ട് എന്ന് വെച്ചാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. NPA നോൺ പെർഫോമിംഗ് അസറ്റ്. ബാങ്കിൽ NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. NRE അക്കൗണ്ട്. NRE അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻഷ്യൽ അക്കൗണ്ട്. NRE അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻഷ്യൽ അക്കൗണ്ട്. NRI നോൺ റെസിഡൻസ് ഇന്ത്യൻസ്, അവർക്ക് സ്പെഷ്യൽ അക്കൗണ്ട് ഉണ്ട്. ദെൻ NRNR. NRNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ആൻഡ് നോൺ റീപാർഷബിൾ റുപ്പി ഡെപ്പോസിറ്റ്. NR ആൻഡ് NR. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSDL. NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL. പാൻ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. പോയിന്റ് ഓഫ് സെയിൽ. PSB പബ്ലിക് സെക്ടർ ബാങ്ക്. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. RTI ആക്ട്. RTI ആക്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. RTI ആക്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. സർഫേസി ആക്ട്. സർഫേസി ആക്ടിന് ഫുൾ ഫോം പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്നാണ്. അതായത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. സെബി. സെബി അറിയാം, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി. SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. SIDBI സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SIDBI സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. SLR. SME. SME എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. മൈക്രോ. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്. സ്വിഫ്റ്റ് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ. സൊസൈറ്റി ഫോർ, നോട്ട് സെക്യൂരിറ്റി, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ. TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് AIDB. AIDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എക്സിം ബാങ്ക് നേരത്തെ പറഞ്ഞു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എക്സിം ബാങ്ക്. HDFC എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ. HDFC എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ. HUDCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. IBA ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. IBA. IRCI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IRBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ.
ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ. IFCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IFCI എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇനി ICICI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ICICI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IIBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IIBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ ലാസ്റ്റ് വൺ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI മീൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, താങ്ക് യു. 5Co Academy, first floor, PV Complex, Civil Line Road, West Fort, Thrissur. Phone 9946 99460, 9946 99461.